गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्री गुरवे नमः. ശ്രീ സായിരാം. ഒരിക്കലൊരു മുത്തശ്ശി ഭഗവാൻ ബാബുയോട് പറഞ്ഞു, നമുക്കെല്ലാം ഉള്ള പ്രശ്നം തന്നെയായിരുന്നു മുത്തശ്ശിക്ക് ഉണ്ടായിരുന്നത്, ഒരു മനസമാധാനമില്ല. സ്വാമി ചോദിച്ചു, എന്താ അമ്മയ്ക്ക് വേണ്ടത്? എനിക്ക് സമാധാനം വേണം. ഭഗവാൻ മുത്തശ്ശിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അത് ഒന്ന് എഴുതി കാണിക്കൂ എന്ന് പറഞ്ഞു. മുത്തശ്ശി അവിടെ ഒരു കടലാസിൽ ഭഗവാൻ എഴുതി കാണിച്ചു കൊടുത്തു, എനിക്ക് സമാധാനം വേണം. ബാബ മുത്തശ്ശിയോട് പറഞ്ഞു, ആദ്യത്തെ വരി വാക്ക് വെട്ടിക്കളയൂ. മുത്തശ്ശി അങ്ങനെ ചെയ്തു, എനിക്ക് എന്നുള്ളത് വെട്ടി. ചോദിച്ചു, ഇനി എന്തുണ്ട് അതിൻ്റെ അകത്ത് ബാക്കി? സമാധാനം വേണം പറഞ്ഞു. ഇനി അവസാനത്തെ വാക്കും വെട്ടിക്കളയൂ എന്ന് പറഞ്ഞു. മുത്തശ്ശി അതങ്ങനെ ചെയ്തു, 2 വാക്ക് വെട്ടി. സ്വാമി ചോദിച്ചു, ഇനി എന്തുണ്ട് ബാക്കി? സമാധാനം. എന്തൊക്കെയാ വെട്ടിക്കളഞ്ഞത്? എനിക്ക് വേണം. ഭഗവാൻ പറഞ്ഞു, സമാധാനത്തിന്റെ രഹസ്യം ഇതാണ്. എവിടെയാണോ എനിക്ക് വേണം അല്ലെങ്കിൽ എനിക്ക് മാത്രം വേണം എന്ന ചിന്താഗതി ഉള്ളത്, അവിടെ സമാധാനം കിട്ടില്ല. എവിടെയാണോ എനിക്ക് വേണം എന്നുള്ള ആ ചിന്താഗതി മാറുന്നത്, അവിടെ ശേഷിക്കുന്ന സമാധാനം മാത്രമായിരിക്കും. സേവനത്തിന്റെ രഹസ്യം ഇവിടെയാണ്. ഒരാളെ സഹായിക്കുക എന്നുള്ളതല്ല. സഹായിക്കാൻ ഒരിക്കല് രാമകൃഷ്ണദേവന്റെ അടുത്ത് വിവേകാനന്ദ സ്വാമി നരേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് സഹായിക്കണം. അപ്പൊ നരേന്ദ്രനോട് രാമകൃഷ്ണ പരമഹംസർ ചോദിക്കുന്നുണ്ട്, സഹായിക്കാൻ നീ ആരാ? ഈശ്വരനാണോ? സേവിക്കുക എന്ന് പറയുക. അപ്പൊ ആചാര്യന്മാർ സേവിക്കണം എന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥത കളയാനുള്ളൊരു വഴിയായിട്ട് കാണിച്ചു തരുന്നതാണ്. ആ സ്വാർത്ഥത കളയാനായിട്ട് സേവ ഉപയോഗപ്പെടുന്നില്ലെങ്കിൽ സേവ ഇറ്റ്സ് എ ടൈം വേസ്റ്റ് ആൻഡ് മണി വേസ്റ്റ് ആയിരിക്കും, യാതൊരു സംശയമില്ല. അപ്പം സേവനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ സ്വാർത്ഥത യജിക്കുക, ഇല്ലാതെയാക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്നത് ശാന്തിയായിരിക്കും, സമാധാനിക്കും. കാരണം പരോപകാരം എന്ന വാക്കിന്റെ അകത്തൊരു പദമുണ്ട്, പരന് ഉപകാരം ചെയ്യുക. പരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരാൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അയാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഈശ്വര ചൈതന്യമാണ് സന്തുഷ്ടനാകുന്നത്. സ്വാഭാവികമായിട്ടും ആ സന്തുഷ്ടി നമ്മളിലേക്ക് പകരും. അതുകൊണ്ട് തന്നെ സേവനം അതിന്റെ യഥാർത്ഥ തലത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സുന്ദരമായ ശാന്തിയായിരിക്കും. അതേ സേവനം തന്നെ ഒരു പ്രശസ്തിക്കോ ഒരു അംഗീകാരത്തിനോ വേണ്ടിയിട്ടാണെങ്കിൽ ഈ കലർപ്പില്ലാത്ത ശാന്തിയിലേക്ക് ആ സേവനം നമ്മളെ നയിക്കില്ല. അത് നമ്മൾ ഓർത്തിരുന്നാൽ മാത്രം മതി. സമാധാനത്തിനുള്ള ഒരു കുറുക്കുവഴിയാണ് സേവനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.